പക്ഷേ IPL ചരിത്രത്തിലെ എക്കാലത്തെയും വില കൂടിയ താരമെന്ന കമ്മിൻസിന്റെ റെക്കോർഡിന് പക്ഷേ അധികം ആയുസുണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞ് 2:13 കമ്മിൻസിനെ റെക്കോർഡ് തുകയ്ക്ക് SRH വാങ്ങിയത്. എന്നാൽ 3:40 ആയപ്പോഴേക്കും KKR 24.75 കോടി രൂപയ്ക്ക് സ്റ്റാർക്കിനെ വാങ്ങിയതോടെ ഈ റെക്കോർഡ് അങ്ങ് തകർക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ഇവർ ഇരുവരും ഇത്രയും മൂല്യത്തിനുണ്ടോ എന്ന് നോക്കുമ്പോൾ തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പാറ്റ് കമ്മിൻസ് നമുക്കറിയാം, കൊൽക്കത്തയ്ക്കായി കളിക്കുമ്പോൾ പല മത്സരങ്ങളിലും ലക്ഷണമൊത്തൊരു ചെണ്ടയായിരുന്നുവെന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കൂടാതെ ബോളർമാരെ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നത് മണ്ടത്തരമാണ് താനും. കാരണം IPL യഥാർത്ഥത്തിൽ റൺസ് ഒഴുകുന്ന പരമ്പരയാണ്, ബാറ്റ്സ്മാൻമാരുടെ പരമ്പരയാണ്. ബോളർമാർക്ക് എല്ലാ കളികളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നത് ഒരിക്കലും ഗ്യാരണ്ടി പറയാനാവില്ല. സ്റ്റാർക്കും അതുപോലെ തന്നെയാണ്. പലപ്പോഴും പരിക്ക് കാരണവും വ്യക്തിപരമായ കാരണങ്ങളാലും IPL ഇതേപോലെ ലേലത്തിൽ ടീമിൽ എടുത്തിട്ടും വിട്ടുനിൽക്കുകയോ ടൂർണമെന്റിന്റെ പാതി വഴിയിൽ ടീമിനെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോവുകയോ ചെയ്തതാണ് സ്റ്റാർക്കിന്റെ മുൻകാല ചരിത്രമൊക്കെയും.